വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പൊട്ടറ്റോ ക്രെപ്സ് ആണ്. വളരെ ഈസിയാണ് കേട്ടോ, വളരെ ടേസ്റ്റുമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കാണണം. ഓക്കെ, അന്നേരം സ്റ്റാർട്ട് ചെയ്യാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ തൊലിയൊന്നും കളയാതെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, ഒരുപാടങ്ങ് വലുതല്ല എങ്കിലും ഒരുപാട് ചെറുതുമല്ല. മീഡിയം സൈസിൽ 2 പൊട്ടറ്റോ വേണം. ഇത് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രേറ്റായി കിട്ടും. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഈ ഗ്രേറ്റ് ചെയ്തത് ഒരു വലിയൊരു ബൗളിലേക്ക് ഇടണം. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബൗൾ ആവശ്യമാണ്. ഇതിലേക്ക് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് വെച്ചിട്ടായാലും കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പാല് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കണം. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, നല്ലൊരു കളർ കിട്ടും. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തിൽ നമ്മുടെ പൊട്ടറ്റോയുടെ ചെറിയ തരിയൊക്കെ ഉണ്ട്, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തതല്ലേ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് തരിയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഈ പൊട്ടറ്റോയുടെ തരിയൊന്നും കാണാൻ പാടില്ല. നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ദേ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദമാവ് മിക്സ് ചെയ്യണം. 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറോ അല്ലെങ്കിൽ സാധാ ഏത് വെള്ളം ആയാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. വെള്ളം നമുക്ക് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കേട്ടോ, കുറച്ചായിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ചില്ലി ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു എരിവ് കിട്ടും ഇത് ചേർക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില 1.5 പിടിയോളം മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക്. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റേജിൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ അളവ് ഇത്തിരിയും കൂടെ കൂട്ടാം കേട്ടോ. ഇതൊക്കെ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് പാകത്തിനാണെല്ലാം. നമുക്കിനി പൊട്ടറ്റോ ക്രെപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ദോശമാവിനേക്കാൾ ഇത്രയും കൂടെ കട്ടിയുള്ള ഒരു മാവാണ് വേണ്ടത്. ഒരു അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അത് സെയിം പോലെ തന്നെ നമ്മൾ തിരിച്ച് മറിച്ചിടണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ചുട്ടെടുക്കല്ല. 1 സൈഡ് നന്നായിട്ട് ഇപ്പം മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഈ 2 സൈഡ് നന്നായിട്ടൊന്ന് ദോശയൊക്കെ മൊരിയുന്നതിൻ്റെ വിട്ട് മൊരിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം. അതുപോലെ എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ടാണ് എണ്ണയൊന്ന് യൂസ് ചെയ്യാഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലെങ്കിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇളകി വരാൻ നല്ല പ്രയാസമായിരിക്കും. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ റെസിപ്പി. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.